بسم الله الرحمن الرحيم. فأقم وجهك للدين القيم من قبل أن يأتي يوم لا مرد له من الله يومئذ يصدعون من كفر فعليه كفره ومن عمل صالحا فلأنفسهم يمهدون ليجزي الذين آمنوا وعملوا الصالحات من فضله إنه لا يحب الكافرين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1358 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് لا مرد له من الله يومئذ يصدعون من كفر فعليه كفره ومن عمل صالحا فلأنفسهم يمهدون ليجزي الذين آمنوا وعملوا الصالحات من فضله إنه لا يحب الكافرين. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുർ റൂമിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മനുഷ്യകരങ്ങളുടെ ദുശ്ചെയ്തികൾ കാരണമായി കരയിലും കടലിലും ഒരുപോലെ വിനാശം സംഭവിച്ചിരിക്കുന്നു. വലിയവിധ കുഴപ്പങ്ങൾ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ട ആയത്തിനെ തുടർന്നുള്ള 2-3 ആയത്തുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇന്ന് 43 മുതൽ 45 വരെയുള്ള ആയത്തുകളിലായിട്ട് വായിച്ചു കേട്ടിട്ടുള്ളത്. മനുഷ്യൻ തത്വദീക്ഷയില്ലാതെ ധർമ്മബോധമോ ശരി തെറ്റ് എന്നിവ എങ്ങനെ തീരുമാനിക്കണം എന്നതറിയുകയോ ചെയ്യാതെ വിശ്വാസപരമായ ഒരു അടിത്തറയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും കരയിലും കടലിലും വിനാശം വിതക്കുന്ന വിധത്തിലുള്ളതാണ് എന്നത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തില് അറബ് ഭൂപ്രദേശങ്ങളെ ബാധിക്കുന്ന വിധത്തിലൊരു വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേർഷ്യയും റോമും തമ്മിലുള്ള ഒരു സംഘർഷമാണ് പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അറേബ്യൻ പ്രദേശങ്ങളായ ജോർഡാൻ, ഫലസ്തീൻ, സിറിയ പോലെയുള്ള ഭാഗങ്ങൾ റോമിന്റെ അധീനതയിലായിരുന്നത് പേർഷ്യയുടെ ആക്രമണത്തിന്റെ ഫലമായിട്ട് റോമിന് നഷ്ടപ്പെടുകയും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സംജാതമാവുകയൊക്കെ ചെയ്ത
ഒരു ഘട്ടത്തിലാണ് സൂറത്തുർ റൂമിന്റെ അവതരണം എന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അടിസ്ഥാനപരമായി മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നൽകിയിരിക്കുന്ന ജീവിത മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക മാത്രമാണ് ഇത്തരം വിനാശങ്ങൾക്ക് എതിരായി നിലകൊള്ളാൻ, അല്ലെങ്കിൽ അത്തരം വിനാശങ്ങളുടെ പിടിയിൽ അമർന്നു പോവാതിരിക്കാൻ മനുഷ്യന്റെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ധർമ്മബോധമോ ശരിയായ ആദർശ അടിത്തറയോ ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ ഭൂമുഖത്ത് കരയിലും കടലിലുമായി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുടെയും കുഴപ്പങ്ങളുടെയും വിനാശങ്ങളുടെയും ഒക്കെ അളവും വ്യാപ്തിയും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അത്തരം സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിൽ ആ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരു 10-75-80 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ രാഷ്ട്രങ്ങള് കൈകോർത്തുകൊണ്ട് ഉദ്ദേശപൂർവം ഉണ്ടാക്കി തീർത്ത ഒരു ദുരന്തമാണ് അത്. നമുക്കൊക്കെ അറിയാം. രണ്ടാം ലോക യുദ്ധത്തെ തുടർന്ന് യഹൂദരുടെ സാന്നിധ്യം യൂറോപ്പിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി അന്നത്തെ സഖ്യകക്ഷികളിൽപ്പെട്ട രാജ്യതന്ത്രജ്ഞന്മാരായ ആളുകള് ഒരു ചതിയിലൂടെയും കടുത്ത വഞ്ചനയിലൂടെയുമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ദശകങ്ങൾ പിന്നിട്ടിട്ട് ഇന്നും അതിന്റെ ദുരന്തമാണ് യഥാർത്ഥത്തില് തദ്ദേശീയരായ ഫലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനികൾ മുസ്ലിങ്ങൾ മാത്രമല്ല, നേരത്തെ അവിടെ ഉണ്ടായിരുന്ന യഹൂദരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. ആ തദ്ദേശീയരായ ആളുകളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിക്കൊണ്ട് അവരുടെ ഭൂപ്രദേശങ്ങളും കൃഷിയിടങ്ങളും ജീവിതോപാധികളും പിടിച്ചെടുത്തുകൊണ്ടാണ് യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ആട്ടിത്തെളിച്ച് യഹൂദ വംശത്തെ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തുകയുണ്ടായത്. അതിനുവേണ്ടി ഉദ്ദേശപൂർവം ആസൂത്രണം ചെയ്ത് പദ്ധതി നടപ്പിലാക്കാനായി ഒരു സംരംഭം തന്നെ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു മുന്നേറ്റം തന്നെ നടത്തുന്ന ഒരു പ്രസ്ഥാനവും അക്കാലത്ത് സജീവമായി രംഗത്ത് വരികയുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് ഒരു സ്ഥിര സ്വഭാവമുള്ള ശാന്തത എന്നത് ഉണ്ടായിട്ടേയില്ല എന്ന് പറയാം. ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വളരെ സമാധാനപരമായ അന്തരീക്ഷം പൂർണ്ണമായി തകർത്തെറിയുന്ന, യുദ്ധത്തിന്റെ കാലുഷ്യം നിരന്തരമായി അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അതിനെ തുടർന്ന് സംജാതമായിട്ടുള്ളത്. ഇവിടെ അല്ലാഹു നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് നിർദ്ദേശിച്ച ഒരു കാര്യം, സിറൂ ഫിൽ അർദി ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് നോക്കിക്കാണുക, മനസ്സിലാക്കുക നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നത്. കാന അക്സറുഹും മുശ്രിക്കീൻ, ഈ വിധത്തില് വിനാശങ്ങളും കുഴപ്പങ്ങളും ഒക്കെ അഴിച്ചുവിട്ട, ആ വിധത്തില് ഭൂമിയിൽ വലിയ ഫസാദ്, കരയിലും കടലിലുമായിട്ട് വലിയ ഫസാദ് ഉണ്ടാക്കിയ ആളുകൾ, അതിന്റെ പേരിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സമൂഹങ്ങൾ. കാന അക്സറുഹും മുശ്രിക്കീൻ, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാത്ത
ബഹുത്വ ആശയങ്ങളുമായി നിലക്കൊണ്ടിരുന്ന വിഭാഗങ്ങളായിരുന്നു അത്തരം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയവരിൽ കൂടുതൽ പേരും എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇതാണ് പശ്ചാത്തലം, ഇതാണ് അവസ്ഥ എന്നതിനാൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള നിർദ്ദേശമായിട്ട് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച 3 ആയത്തുകളിലായി അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്. ഫഅഖിം വജ്ഹക, പ്രവാചകരെ അതിനാൽ താങ്കളുടെ മുഖത്തെ താങ്കൾ ഉറപ്പിച്ചു നിർത്തുക. ലിദ്ദീനിൽ ഖയ്യിം, ഏറ്റവും ഋജുവായ ആ ജീവിത ദർശനത്തിൽ, ഏറ്റവും ചൊവ്വായ മതത്തിൽ, ഏറ്റവും ചൊവ്വായ, ഏറ്റവും ഋജുവായ, ഏറ്റവും വക്രതയില്ലാത്ത ദീനിൽ, ദൈവിക മതത്തിൽ താങ്കളുടെ മുഖത്തെ താങ്കൾ ഉറപ്പിച്ചു നിർത്തുക. ഇതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഏകനായ പടച്ച തമ്പുരാനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിത ദർശനം, ആ ജീവിത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ സ്വയം ഉറപ്പിച്ചു നിർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഫഅഖിം വജ്ഹക, അതിനാൽ പ്രവാചകരെ താങ്കൾ, ഇത് പ്രവാചകനോട് നൽകുന്ന നിർദ്ദേശമാണെങ്കിലും സത്യവിശ്വാസ മാർഗം സ്വീകരിക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം. അദ്ദീനുൽ ഖയ്യിം എന്നത് ഇസ്ലാമിനെ പരിഹരിക്കാനുള്ള മറ്റൊരു പ്രയോഗമായിട്ടാണ് അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് കാണാൻ കഴിയും. വളരെ സ്ട്രേറ്റ് ഫോർവേഡായ, വളരെ വക്രതയില്ലാത്ത, ഋജുവായ, ചൊവ്വായ, ഏറ്റവും നേരെയായുള്ള ആ ജീവിത പാത, ആ ജീവിത പാതയിൽ താങ്കൾ താങ്കളുടെ മുഖത്തെ ഉറപ്പിച്ചു നിർത്തുക, അല്ലെങ്കിൽ താങ്കൾ സ്വയം അതില് ഉറച്ചു നിൽക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗം, ഒരു നാൾ എത്തുന്നതിന് മുമ്പ്, ഒരു നാള് വന്നു ചേരുന്നതിന് മുമ്പായിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. ശരിയായ ജീവിത ദർശനത്തെ അടിത്തറയായി സ്വീകരിച്ചുകൊണ്ട് സത്യമാർഗത്തില്, ദൈവിക മാർഗത്തില് ഉറച്ചു നിൽക്കാനാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. അത് പക്ഷേ അതിനുള്ള അവസരം ഒരു പ്രത്യേക നാള് വന്നു ചേരുന്നത് വരെ മാത്രമേ ഉള്ളൂ. ആ നാള് വന്നു ചേരുന്നതിന് മുമ്പായി തന്നെ ദീനുൽ ഖയ്യിമില് താങ്കളുടെ പൊസിഷൻ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് എന്ന പോലെ മുഴുവൻ വിശ്വാസികളോടുമായിട്ട് അള്ളാഹു അവർക്ക് നൽകുന്ന നിർദ്ദേശം. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, അദ്ദീനുൽ ഖയ്യിം, അതിൽ നിന്റെ മുഖത്തെ നീ ഉറപ്പിച്ചു നിർത്തുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗം, ഒരു നാള് വന്നു ചേരുന്നതിന് മുമ്പായിട്ട്. ആ നാളിന്റെ ഒരു പ്രത്യേകത, ലാ മറദ്ദ ലഹു മിനല്ലാഹ്, ആ നാളിനെ സംജാതമാക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ തടഞ്ഞു നിർത്തുവാൻ യാതൊന്നിനും സാധ്യമല്ല. അള്ളാഹു നിശ്ചയിച്ചുറപ്പിച്ചു വെച്ച ഒരു സന്ദർഭം, ഒരു അവസരം, ഒരു നാള് ആണത്. ആ നാള് വന്നു ചേരുക തന്നെ ചെയ്യും. ആ നാള് വന്നു ചേരുന്നതിന് മുമ്പായി താങ്കളുടെ മുഖം താങ്കള് അദ്ദീനുൽ ഖയ്യിമിൽ ഉറപ്പിച്ചു നിർത്തുക. ഋജുപാതയില്, സത്യമാർഗത്തില്, വക്രതയില്ലാത്ത ദൈവിക ദർശനത്തില് താങ്കളെ തന്നെ ഉറപ്പിച്ചു നിർത്തുക. ഇതാണ് നിർദ്ദേശം. എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരം ഒന്നുകിൽ അയാളുടെ അന്ത്യമുണ്ടാകുന്നത് വരെയുള്ള സമയമാണ്, അതല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യം സംഭവിക്കുന്ന ആ നാള് വരെ മാത്രമാണ് അതിനുള്ള അവസരം. അതും അള്ളാഹുവോട് വ്യക്തമാക്കുകയാണ്. മിൻ ഖബ്ലി അൻ യഅതിയ യൗം, ഒരു നാള്
വന്നു ചേരുന്നതിന് മുമ്പായിട്ടാണ് ഓരോരുത്തരോടും ഈ നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നിർദ്ദേശം ഇതാണ്: അഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, സത്യമാർഗത്തിൽ ഋജുവായ ജീവിത സരണിയിൽ സത്യദീനിൽ മുഖത്തെ ഉറപ്പിച്ചു നിർത്തുക, സ്വയം ഉറച്ചു നിൽക്കുക. അതാണ് അവിടെ നൽകപ്പെടുന്ന നിർദ്ദേശത്തിന്റെ സൂചന. മിൻ ഖബ്ലി അൻ യഅതിയ യൗം, ഒരു നാള് വന്നു ചേരുന്നതിന് മുമ്പായിട്ട്. ഇതിനൊരു അവസാന തീയതി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ തീയതി അല്ലെങ്കിൽ ആ ദിനം വന്നു ചേരുന്നതിന് മുമ്പായിട്ട് വേണം സത്യമാർഗത്തില് സ്വയം ഉറപ്പിച്ചു നിർത്തുക എന്ന കാര്യം നടപ്പിലാക്കാൻ. ആ ദിവസത്തിന്റെ പ്രത്യേകത ലാ മറദ്ദ ലഹു മിനല്ലാഹ്, ആ ദിവസത്തിന് ഒരു തടഞ്ഞു നിർത്തുന്നവനില്ല. മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള ഒരു കാര്യം നടപ്പിലാക്കപ്പെടുന്ന ഒരു നാളാണത്. ആ നാള് വന്നു ചേരുന്നതിൽ നിന്നോ ആ നാളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ സംഭവിക്കുന്നതിൽ നിന്നോ തടഞ്ഞു നിർത്തുന്നവനായിട്ട് ഒരു മറത്ത്, അള്ളാഹുവിൽ നിന്ന് അത് നടപ്പാക്കപ്പെടുന്നതിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്തുന്നവനായിട്ട് ഒരാളുമില്ല. ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അങ്ങനെയുള്ള ഒരു നാളാണത്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം വന്നു ചേരാനുള്ള ഒരു നാൾ. ആ നാളിനെ തടഞ്ഞു നിർത്തുന്ന, അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന യാതൊന്നുമില്ല എന്നതാണ് ആ നാളിന്റെ ഒരു പ്രത്യേകത. യൗമ ഇദിൻ യസ്സദ്ദഊൻ, ആ നാളില് അവരൊക്കെയും തന്നെ പിളർന്ന് പരസ്പരം വേർപെട്ട് അകന്നു പോകുന്നു. നേരത്തെ ഒരു ബ്ലോക്കായി നിന്നിരുന്ന ആളുകള് വളരെ യുണൈറ്റഡ് ആയി, വളരെ ഐക്യപ്പെട്ട് ഞങ്ങളൊക്കെ ഒരു സംഘമാണ്, ഒരുമിച്ചാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ തന്നെ പൊട്ടിപ്പിളർന്ന് പല വിഭാഗങ്ങളായിട്ടോ അല്ലെങ്കിൽ പലരായി മാറിക്കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു നാളാണ്. ഈ കൂട്ടിപ്പിടുത്തവും ഐക്യപ്പെടലും കൈകോർക്കലും ഒന്നും അന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളവും സാധ്യമല്ല. ഇന്ന് അതൊക്കെ പറ്റുന്നുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിൽ കൈകോർക്കലുണ്ട്, അടുപ്പം കാണിക്കലും ബഹിഷ്കരണം നടത്തലും ഒക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ ലോകശക്തിയായിട്ട് പലരും എമേർജ് ചെയ്ത് വരല്. ഞാനൊരു തീരുമാനം എടുത്താൽ എന്റെ തീരുമാനത്തെ പിന്തുണക്കാൻ പല രാജ്യങ്ങളും ഉണ്ടാകും എന്ന ഒരു ബോധം. എന്നിട്ട് അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്ത് പല രാജ്യങ്ങളെയും നമ്മുടെ നിലപാടിലേക്കും തീരുമാനങ്ങളിലേക്കും ഒക്കെ കൊണ്ടുവരും. അതിന് രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകും, ഭീഷണിപ്പെടുത്തുന്ന രീതികൾ സ്വീകരിക്കപ്പെടും, പലതും ഉണ്ടാവും. ഇത് വലിയ ആഗോള സമൂഹങ്ങളുടെ കാര്യത്തിൽ നമ്മളിത് നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അറബ് ഭൂപ്രദേശത്തുള്ള അറബ് രാജ്യങ്ങളൊന്നും തന്നെ അതിഭീകരമായ വിധത്തിൽ ഫലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകള് ആ അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടും അനക്കമില്ലാതെ നിൽക്കുന്നതിന്റെ കാരണം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ അവരുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള അവരുടെ ആശങ്കയാണ്. കാരണം അതൊന്നും ഇസ്ലാമിന്റെ മണ്ണോ ഇസ്ലാമിന്റെ നാടുകളോ ആയിട്ട് അല്ല ഇപ്പോൾ ഉള്ളത്. അതൊക്കെ ചില സ്വകാര്യ വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ ഒക്കെ കൈവശമുള്ള അവരുടെ സ്വത്തായിട്ടാണ് ഈ അറബ് നാടുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് ആ സ്വത്ത് എന്ന നിലക്ക് ആ നാട് അവരുടേതാക്കി നിലനിർത്തുന്നതിന് കഴിയാതെ വരുന്ന രാഷ്ട്രീയ സാഹചര്യം മറ്റു പലരും സൃഷ്ടിച്ചു കളയും എന്ന, തങ്ങളെ അധികാരത്തിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് വേറെ പലരെയും അവിടെ കൊണ്ടുവന്ന് കളയും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ എല്ലാ അറബ് ഭരണാധികാരികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവരെ അധികാരത്തിൽ ഏറുന്നതിന് നേരത്തെ പിന്തുണച്ച
പടിഞ്ഞാറൻ ശക്തികളുടെ ഈ കാലഘട്ടത്തിലെ ആളുകളുണ്ട്, അവരുടെ പിന്മുറക്കാര്. അത്തരം ആളുകൾ കണ്ണുരുട്ടുമ്പോ അവര് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ അതിനെയൊക്കെ ഗൗനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു കണക്കുകൂട്ടലുകൾ നടത്തി ഈ നിസ്സംഗത പാലിക്കുന്ന ആളുകളായിട്ട് അവർ മാറിയിട്ടുള്ളത്. മിക്കവാറും അറബ് മുസ്ലിം ഭൂപ്രദേശങ്ങളുടെയൊക്കെ ഭരണാധികാരികള് ഈ വിധത്തില് യൂറോപ്യൻ ശക്തികളുടെ കളിപ്പാവകളായിട്ട് അവർക്ക് വേണ്ടി തുള്ളുകയും ആടുകയും നൃത്തം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം അവരൊന്നും തന്നെ അധികാരത്തിൽ എത്തിയിട്ടുള്ളത് സ്വന്തം നിലക്കല്ല, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം അവരെ തെരഞ്ഞെടുത്ത് തങ്ങളുടെ ഭരണാധികാരികളാവണം എന്ന് ആവശ്യപ്പെട്ടതല്ല. മറിച്ച് യൂറോപ്യൻ ശക്തികള് രണ്ടാം ലോക യുദ്ധത്തിനെ തുടർന്നുള്ള സാഹചര്യത്തില് പലരെയും പല കുടുംബങ്ങളെയും തെരഞ്ഞെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചതാണ്. അതിനുവേണ്ട രാഷ്ട്രീയ ഒത്താശകളും സൈനിക പിൻബലവും ഒക്കെ കൊടുത്തുകൊണ്ട് പലരെയും ഉയർത്തിക്കൊണ്ടുവന്ന് അധികാരത്തിലേറ്റിയതാണ്. അതൊക്കെ നഷ്ടപ്പെടും എന്ന ഒരു ഭീതി ഈ ഭരണകൂടങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ വേട്ടയാടുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവര് രാഷ്ട്രീയമായിട്ട് ഐക്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളിലൊക്കെ മാറ്റം വരും. അള്ളാഹു പറയുന്ന തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ആജ്ഞ നടപ്പാക്കപ്പെടുന്ന ആ നാളില് അവരൊക്കെയും തന്നെ പിളർന്ന് കഷ്ണങ്ങളായി, തുണ്ടങ്ങളായി, പല വിഭാഗങ്ങളായി അങ്ങനെ മാറും. അങ്ങനെ സംഭവിക്കും. അവർക്ക് ആർക്കും തന്നെ കൈകോർത്ത് നിന്നുകൊണ്ട് തങ്ങളൊരു മുന്നണിയാണ്, തങ്ങൾ ശക്തന്മാരാണ്, മറ്റുള്ളവരെ ഞങ്ങള് വരച്ച വരയിൽ നിർത്തും എന്നൊന്നും പറയാൻ കഴിയുന്ന അവസ്ഥയിലാവില്ല. ഈ വിധത്തില് ഐക്യപ്പെട്ട് സംഘടിച്ച് ശക്തരാണ് എന്ന് പറയാൻ കഴിയുന്നത് രാഷ്ട്രങ്ങളുടെ മാത്രം കാര്യത്തില് അല്ല. ചില റീജിയൻസിൽ, ലോകത്ത് തന്നെ ചില പ്രദേശങ്ങളില് ചില മൂപ്പന്മാരുണ്ടായി വരാറുണ്ട് ഓരോ കാലഘട്ടത്തിലും. ലോകത്തെല്ലായിടത്തും ഇപ്പോ ചില യൂറോപ്യൻ ശക്തികള് അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരൊക്കെ ദുർബലമായി കൊണ്ടിരിക്കുമ്പോൾ വേറെ ചിലയിടങ്ങളിൽ ചില വമ്പന്മാര് രംഗത്ത് വരികയും കൈകോർത്ത് പ്രാദേശികമായിട്ട് അവരങ്ങനെ ഉയർന്നു വന്ന് ലോകശക്തി ഞങ്ങളാണ് എന്ന് വരുത്താനൊക്കെയുള്ള ശ്രമമൊക്കെ നടത്തുന്ന കാണാം. ഇത് ചരിത്രത്തിൽ ആദ്യത്തെയോ അവസാനത്തെയോ ഒന്നും അല്ല. ഇതുപോലെ പലരും ഭൂമുഖത്ത് ഞെളിഞ്ഞു നിന്ന് നിവർന്നു നിന്ന് തങ്ങളാണ് എല്ലാറ്റിന്റെയും അധിപന്മാര് എന്നൊക്കെയുള്ള നിലക്ക് വലിയ വീമ്പിളക്കി കടന്നുപോയിട്ടുണ്ട് ഒരുപാട് പേര്. ആരാണ് ഇന്ന് ഹിറ്റ്ലറോടൊപ്പം ഉള്ളത്? ഹിറ്റ്ലർക്ക് വേണ്ടി സംസാരിക്കാൻ മുതിരുന്നവരായിട്ട് ആരുണ്ട്? ഒരു ഘട്ടത്തില് ലോകത്തെ വിറപ്പിച്ചു നിർത്തിയ ഒരു നേതാവായിട്ടാണ് ചരിത്രത്തിൽ അയാളെ കാണാൻ നമുക്ക് സാധിക്കുക. അയാളെ നേരിടാൻ വേണ്ടി രംഗത്ത് വന്ന യൂറോപ്പിലെ ചില പ്രമുഖ നേതാക്കന്മാര് വേറൊരു നിലക്ക് അവരും ഇതുപോലെ നിഗളിപ്പ് കാണിച്ച് തലയുയർത്തി തന്റെ ഇടത്തോടു കൂടി തങ്ങളാണ് എല്ലാറ്റിനും രൂപം നൽകേണ്ടത്, എല്ലാറ്റിനെയും നിയന്ത്രിക്കേണ്ടത് എന്ന വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സൂചിപ്പിച്ചു മുകളിൽ സിറൂഫില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം പറയുകയുണ്ടായി. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതോടൊപ്പം സത്യവിശ്വാസികളോടുമായിട്ട് പറയുന്ന ഒരു കാര്യം, അതിനാൽ ഈ വിധത്തില് കരയിലും കടലിലുമായി വിനാശം വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ അവസ്ഥകൾ ഉണ്ടാകുന്ന ഈ അവസ്ഥയിൽ താങ്കൾ ഒരു കാര്യം ചെയ്യുക, താങ്കളുടെ മുഖത്തെ അദ്ദീനുൽ ഖയ്യിമിൽ ഉറപ്പിച്ചു നിർത്തുക.
അത് ഒരു നാള് സംജാതമാകുന്നതിന് മുമ്പായിട്ട് നിർവഹിക്കപ്പെടണം. അതിന് ശേഷം അവസരം ഉണ്ടാവില്ല. ആ നാളിന്റെ പ്രത്യേകത ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അള്ളാഹുവിന്റെ ആജ്ഞ നടപ്പാക്കപ്പെടുന്ന ആ നാളില് അതിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും പിളർന്ന് ഛിന്ന ഭിന്നമായി പോവുകയും സ്വന്തം കാര്യം നോക്കാൻ പോലും കഴിയാത്ത ദൗർബല്യം പേറുന്നവരുമായി മാറിയിട്ടുണ്ടാവും. യൗമ ഇതിൻ യസ്വദ്ദഊൻ, പിളർന്നു പോകുന്ന, ഒരുമിച്ച് ഒരു പേറായിട്ടുണ്ടായിരുന്നത് പിളർന്ന് രണ്ടായി മാറുന്ന ഒരു സംഗതിയെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഈ പദം കൊണ്ട്. അത് പിന്നെ ഉപയോഗശൂന്യാണ്. ഒരു കത്രികയുടെ രണ്ട് എലിമെന്റ്സ് പോലെ പിളർന്നു പോയാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ഉപയോഗമില്ല ഉണ്ടാവും. എന്നിട്ട് അള്ളാഹു പറയുന്നത് മൻ കഫറ ഫഅലൈഹി കുഫ്റു, നിഷേധിയാകുന്നത് ആരാണോ അള്ളാഹുവിന്റെ ഏകത്വത്തെയും അവനാണ് എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെയും അവന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് സത്യനിഷേധിയായി പ്രവാചകന്മാരുടെ സന്ദേശം ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകൾ, അത്തരം ആളുകൾ മൻ കഫറ ഫഅലൈഹി കുഫ്റു, അവന്റെ ആ നിഷേധത്തിന്റെ എല്ലാ ദുരന്തവും അതിന്റെ എല്ലാ അനന്തരഫലവും അത് അവനുള്ളതാണ്. ഞാൻ നിഷേധിയായിട്ട് കഴിയുന്നുവെങ്കിൽ അതിന്റെ ദുരിതവും അനന്തര ഫലവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഞാനാണ്. അത് വേറെ ആരുടെയും പങ്കായിട്ട് പോവുകയില്ല. മൻ കഫറ ഫഅലൈഹി കുഫ്റു. അതുപോലെ വമൻ അമില സ്വാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മിയാകുന്നുവെങ്കിൽ, ആരെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാകുന്നുവെങ്കിൽ ഫലിഅൻഫുസിഹിം യംഹദൂൻ, അവർക്ക് തന്നെയാണ് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് തങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള പാരത്രിക ലോക വിജയത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാകുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി തന്നെയാണ് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഫലിഅൻഫുസിഹിം യംഹദൂൻ, അവർക്ക് വേണ്ടിയാണ് മഹദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മഹദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഇടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ആരെങ്കിലും വ്യാപൃതരാകുന്നുവെങ്കിൽ അതിന്റെ ഫലം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്. ആരെങ്കിലും നിഷേധിയാവുന്നുവെങ്കിൽ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ ദുരന്തം, അതിന്റെ പരിണിതി അവൻ തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു ദിവസം വെച്ചിരിക്കുന്നത് എന്നാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. നിഷേധിയാകുന്നവർക്ക് അതിന്റെ പ്രത്യാഘാതവും ദുരന്തവും പരിണിതിയും ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന പോലെ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നതിൽ വ്യാപൃതരായ ആളുകൾ അവർക്ക് വേണ്ട വഴിയാണ്, വിജയത്തിലേക്കുള്ള അവരുടെ പാതയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഇവിടെ. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് മിൻ ഫദ്ലി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകൾക്ക് അവന്റെ ഔദാര്യത്തിൽ നിന്ന് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ്. ഒരു യൗമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നാള് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ നാളിന് അങ്ങനെ ഒരു സജ്ജീകരണം അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി മിൻ ഫദ്ലി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്ത ആളുകൾ അവർക്ക് തന്റെ ഔദാര്യത്തിൽ നിന്നായിട്ട് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. അള്ളാഹു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അതിന്റെ കണക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നു എന്നത് തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടാതെ അവന്റെ ഔദാര്യത്തിൽ നിന്ന് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്
എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോ വിശ്വാസമാർഗം ഉൾക്കൊള്ളുകയും ശരിയായ ജീവിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം മാത്രമല്ല, കൂടാതെ അള്ളാഹുവിന്റെ അത്യുദാരമായ പ്രതിഫലങ്ങൾ വേറെയും ഏറ്റുവാങ്ങാനിരിക്കുന്നു എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി മിൻ ഫദ്ലി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഈ വിഭാഗം ആളുകൾക്ക് ഉദാരമായ കയ്യാഴ്ചയുള്ള പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഇന്നഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിഷേധികളെ അവൻ ഇഷ്ടപ്പെടുന്നേയില്ല. നിഷേധികൾക്ക് അങ്ങനെ അള്ളാഹുവിന്റെ ഔദാര്യം ആ നാളിൽ ലഭിക്കുന്നതല്ല. കാരണം നിഷേധികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നേയില്ല. തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു നാള് സംജാതമാകാനിരിക്കുന്നു. ആ നാള് സംജാതമാകുന്നതിന് മുമ്പായി നീ നിന്റെ മുഖത്തെ സത്യദീനില് ഉറപ്പിച്ചു നിർത്തുക, ദീനിൽ ഖയ്യിമിൽ ഉറപ്പിച്ചു നിർത്തുക, ഋജുവായ ആ ജീവിത സരണിയിൽ ഉറപ്പിച്ചു നിർത്തുക. ആ നാളിലെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർക്ക് ഏറ്റവും ഉദാരമായ വിധത്തില് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ്. നിഷേധികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നേയില്ല. നിഷേധികൾക്ക് ആ നാളിൽ യാതൊരു ഔദാര്യവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുർ റൂമിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് ഒരു പ്രതികരണം നൽകാമെന്ന് കരുതുകയാണ്. ഒരു ചോദ്യം ചിന്മയ ഉന്നയിച്ചതാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന വസ്തുതകൾ ഏകദൈവ വിശ്വാസത്തിന്റെ ന്യായങ്ങൾക്ക് അനുകൂലമല്ല എന്നാണ് തോന്നുന്നത് എന്നാണ്. അത് അതിന്റെ തൊട്ടു മുമ്പ് ഉന്നയിച്ച കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ഇതൊന്നും ഏകദൈവ വിശ്വാസത്തിന്റെ അതിനുള്ള ന്യായങ്ങളല്ല എന്നാണ്. ഖുർആനിലെ ചില പ്രകൃതി യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളെ, ദൈവിക ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് ഈ സംഗതി പറയുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഏകദൈവത്വത്തിന് അനുകൂലമായ തെളിവ് ആയിട്ട് ഇവയെ പരിഗണിക്കാൻ പറ്റൂല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ ബഹുത്വത്തിനുള്ള തെളിവാണോ? അതുപോലെ തന്നെ ഇതൊക്കെ നിരീശ്വരത്വത്തിനുള്ള തെളിവാണോ? തെളിവായിട്ട് ഇവയിൽ എന്തെങ്കിലും, ഇപ്പൊ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ എന്ത് തന്നെ എടുത്താലും അതൊരു വിത്ത് മുളച്ച് ചെടിയായി വരുന്നത് പരിഗണിച്ചാലും, ഒരു കാറ്റിന്റെ ഗതി അത് നിർണയിക്കുന്ന, അത് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ പരിഗണിച്ചാലും, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും പ്രപഞ്ചത്തിലുള്ള എന്ത് പ്രതിഭാസത്തെ പരിഗണിച്ചുകൊണ്ടാണെങ്കിലും ഇതൊക്കെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നതിനുള്ള തെളിവാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യസന്ധമായിട്ട് വേണം സമീപിക്കാൻ അതിന്. അതുപോലെ ഇതിന്റെ പുറകിൽ ഒരു ശക്തിയും ഇല്ല എന്നതിനുള്ള തെളിവാണോ? വിശുദ്ധ ഖുർആൻ വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൈവങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഹാർമോണിയസ് ആയിട്ട്, ഇത്രയും രഞ്ജിപ്പോടും യോജിപ്പോടും കൂടി ഇവിടുത്തെ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങള് പ്രവർത്തനക്ഷമമാകുമായിരുന്നില്ല. സൂര്യനെ നിയന്ത്രിക്കുന്ന ദൈവം ഒരു വഴിക്കും, ഭൂമിയെ നിയന്ത്രിക്കുന്ന ദൈവം മറ്റൊരു വഴിക്കും, മഴയുടേത് വേറൊരു ദൈവവും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെയും പരസ്പരം കൈകോർത്തുകൊണ്ടുള്ള ഈ പ്രവർത്തനം പ്രപഞ്ചത്തില് ഈ വിധത്തില് ഏറ്റവും ഹാർമോണിയസ് ആയ രീതിയിൽ സംജാതമാകുമായിരുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതുപോലെയുള്ള പ്രതിഭാസങ്ങളാണ് ഖുർആനിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതൊക്കെ ഒരുപാട് ദൈവങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്നതിനുള്ള തെളിവാണ്. സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ. ഇനി അതല്ല, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ശക്തിയുമില്ല, ഒരു ദൈവവുമില്ല, ഇതൊക്കെ കേവലം ആകസ്മികമായിട്ട് അങ്ങനെ ഉണ്ടാവുകയാണ് എന്ന് കരുതുന്നതിന് തെളിവാണോ ഈ പ്രപഞ്ചത്തിലുള്ള സംഗതികൾ?
ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കാലമായി നാളികേരത്തിന്റെ കേരവൃക്ഷത്തില് അങ്ങനെ നാളികേരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എത്ര നൂറ്റാണ്ടുകളായിട്ട് അതിന്റെ നാളികേരത്തിന്റെ ഷേപ്പ് നോക്കുക. അതൊരിക്കലും ഒരു മാങ്ങയെ പോലെയോ ഒരു ചക്കയെ പോലെയോ ആവുന്നില്ല. വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവാനാണ് ഒരു ആസൂത്രണം ആവശ്യമുള്ളത്, അങ്ങനെ ആവാതിരിക്കാനല്ല. എല്ലാറ്റിനും അങ്ങനെ അതിന്റെ പുറകില് കൃത്യമായ ഒരു ആസൂത്രണം ഉള്ള വിധത്തിലാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. അത് ഒരു ശക്തിയും ഒരു ആസൂത്രകനും ഇതിന്റെ പിന്നിൽ ഇല്ല എന്നതിനുള്ള തെളിവാണോ ഇതൊക്കെ? നിങ്ങളുടെ ശരീരം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. വിരൽത്തുമ്പുകൾ മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. അത് നിങ്ങൾ ആസൂത്രണം ചെയ്തതാണോ? നിങ്ങളാണോ നിങ്ങളുടെ വിരൽത്തുമ്പുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? അല്ലല്ലോ. നിങ്ങളാണ് എന്നാണ് നിങ്ങൾ അഭിപ്രായം പറയുന്നതെങ്കിൽ അതിൽ പിന്നെ നമുക്ക് സംസാരിക്കേണ്ട യാതൊരു സ്പേസും ബാക്കിയില്ല. അല്ല എങ്കിൽ അതിന്റെ പുറകിൽ ഒരു ആസൂത്രണവും ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇത് താനെ ആകസ്മികമായി അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് പറയാൻ ആർക്കാണ് സാധിക്കുക? യാതൊരു ആലോചനയും ഇല്ലാത്ത താർക്കികന്മാർക്കല്ലാതെ അത് സാധിക്കില്ല. ആലോചിച്ച് സത്യം എന്തെന്ന് കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിധത്തില് കാര്യങ്ങള് അടച്ചു പറയാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. അപ്പോ കൂടുതൽ ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ. ഇപ്പോ സൃഷ്ടാവും വൈവിധ്യവും എന്ന് പറഞ്ഞിട്ട് വസീം അമീറുദ്ദീൻ ഒരു നോട്ട് എഴുതിയത് കണ്ടിട്ടുണ്ട്. ദൈവം വൈവിധ്യം ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരേ സൃഷ്ടിയിൽ തന്നെ സത്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മനുഷ്യന്റെ കാര്യമായാലും മൃഗങ്ങളുടെ കാര്യമായാലും കായികനികളായാലും അവരുടെ വർഗത്തിൽ തന്നെ വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് എന്നത് അത് അദ്ദേഹം ചിന്മയോട് നടത്തിയ ഒരു പ്രതികരണമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതില് ഈ പാർട്ടിസിപ്പൻസ് ദയവ് ചെയ്തിട്ട് അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. അവര് പുതിയ ചോദ്യങ്ങൾ അവർക്ക് ഉന്നയിക്കാം, മറുപടിയായിട്ട് എഴുതാതിരിക്കുന്നത് ഈ വേദിയുടെ ഒരു ഫലപ്രാപ്തിക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ചർച്ചയും ഉപചർച്ചയുമായിട്ട് അങ്ങനെ പോവുകയും ക്ലാസ്സിലേക്ക് ആളുകൾ നൽകേണ്ട ശ്രദ്ധ അതിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇത് ഫലപ്രദമല്ലാതായി മാറും എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ചോദ്യങ്ങൾക്ക് നമുക്ക് സമയമെടുത്തുകൊണ്ടാണെങ്കിലും ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവര് ചോദ്യങ്ങൾ തന്നെ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചോളൂ. അല്ലാത്തൊരു ചർച്ച അവിടെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ ചിന്മയം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ള ഇതൊക്കെ പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവുകളാണ്, കൂടാതെ ഏകദൈവ വിശ്വാസത്തെ തകിടം മറിക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് വസീമിനോട് പ്രതികരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളൊന്നും അവിടെ നൽകിയിട്ടില്ല, അത് ഞാൻ വിടുകയാണ്. വസീമിന്റെ വേറെയും ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്. അള്ളാഹു മാനത്ത് നിന്ന് മഴ വീഴ്ത്തുന്നത് നീ കാണുന്നില്ലേ, അതുവഴി നാനാ നിറങ്ങളുള്ള പഴവർഗ്ഗങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുന്നു. പർവ്വതങ്ങളിലുമുണ്ട് വെളുത്തതും ചുവന്നതുമായ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള വഴി, അതുപോലെ കറുത്തിരുണ്ടതുമുണ്ട് എന്നൊക്കെ സൂറത്തുൽ ഫാത്തിർ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അതൊക്കെ ആ ചർച്ചയുടെ തുടർച്ചയായിട്ടുള്ള സംഗതികളാണ്. അതുപോലെ വീണ്ടും അദ്ദേഹം അതുപോലെയുള്ള ചില ഒബ്സർവേഷൻസ് നടത്തുന്നുണ്ട്. അപ്പോ അത് സംബന്ധമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരം ഉപചർച്ചകള് ചാറ്റ് ബോക്സിൽ ഉണ്ടാക്കരുത്, അത് വലിയ ഡിസ്ട്രാക്ഷനായി മാറും എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ദയവ് ചെയ്ത് ആ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.